ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. എന്താന്ന് കാരണം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിയിലത്തെ ഭാഗം നമുക്ക് എവിടെ കാണാം? മുകളിൽ കാണാം. ആ കുട്ടി നോക്കുന്ന ചിത്രം, അതിനുള്ള കാരണം അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിഫ്രാക്ഷനുമായി അപവർത്തനവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. എന്നാൽ ഇവിടെ ആ ഒരു ആക്ടിവിറ്റി വ്യത്യസ്തമാണ്. അതിൻ്റെ കൂടെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ പോർഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ തന്നെയാണ്. റിഫ്രാക്ഷൻ ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ. ടെക്സ്റ്റിൽ കൊടുത്തതാണ് എക്സാമ്പിൾ തന്നെ എടുക്കാം. വാട്ടർ ടു എയർ. വാട്ടർ ജലത്തിൽ നിന്നും വായുവിലേക്ക്. ജലത്തിൽ നിന്നും വായുവിലേക്ക്. ജലത്തിൽ നിന്നും വായുവിലേക്ക് ലൈറ്റ് റേ, പ്രകാശകിരണം വന്ന് പതിക്കുകയാണ്. വന്ന് പതിച്ചാൽ പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സെക്കൻഡ് മീഡിയം, രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ഇത് ഇങ്ങനെ പോകേണ്ട ആളാണ്. പക്ഷെ പോവില്ല. എന്താ? ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഈ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് 25 ഡിഗ്രി. ഇത് 25 ഡിഗ്രി ആയിരുന്നു വിചാരിച്ചോളൂ. ഇനി നമ്മളിനി ഓരോ കേസിലും നമ്മൾ സ്നെൽസ് ലോ ഡിസ്കസ് ചെയ്ത ആ ചാർട്ടിലും കണ്ട കാര്യമാണ്, ആ ടേബിളിലും കണ്ട കാര്യമാണ്. ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടാൻ പോവാണ്. ഞാൻ ഇവിടെ 25 ഡിഗ്രി ആയിരുന്നു. സെയിം ഇതേ മീഡിയം തന്നെ. ഇവിടെ വാട്ടർ, ഇവിടെ എയർ. ഞാൻ ആദ്യം എഴുതുന്നില്ല. ഞാൻ മുപ്പത് ഡിഗ്രി ആക്കി. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ സ്വാഭാവികമായിട്ടും കൂടണം. എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ കൂടി വരണം. അടുത്തതിൽ ഞാൻ ടെക്സ്റ്റില് 2 ചിത്രമേ കൊടുത്തിട്ടുള്ളൂ, വാട്ടറിന്റെ. ഓക്കെ, അടുത്തതിൽ ഞാൻ 40 ആക്കി. കറക്റ്റ് ഒന്നല്ല, ആംഗിൾ പറയുകയാണ്. 40 ആക്കി. നേരത്തെ 30 ആയിരുന്നു. ഒന്നും കൂടി അകലണം. അങ്ങനെ അകന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി വരും. ആൻഡ് ഫോർ എ പെർട്ടിക്കുലർ ആംഗിൾ, ഒരു പ്രത്യേക ആംഗിളിന് എന്താ സംഭവിക്കുക? ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ ബിക്കംസ് 90 ഡിഗ്രി. അതായത് ലംബത്തിൽ നിന്നും അകന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ കൂടുന്നതനുസരിച്ച് ലംബത്തിൽ നിന്നും അകന്ന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസില് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. The angle of incidence for which the angle of refraction becomes 90 degree is known as critical angle of the medium. വാട്ടർ ആണ്, ജലത്തിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി ആണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ക്രിറ്റിക്കൽ ആംഗിൾ ആണ്, 48.6 ഡിഗ്രി. അപ്പോ ചിത്രം തരും. ഇത്തരത്തിൽ ചിത്രം തന്ന് തെറ്റ് തിരുത്താൻ പറയും, അല്ലെങ്കിൽ ശരിയായ ചിത്രം തിരഞ്ഞെടുക്കാൻ പറയും. ചിലപ്പോൾ ഇവിടെ 48.6 എന്ന് എഴുതിയിട്ട് തെറ്റ് തിരുത്താൻ പറയും. അപ്പൊ ഇവിടെ 48 ഇവിടെ ഇത് ഗ്ലാസും ഇത് എയറാണ്. ഇത് 48.6 ആണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ വരയ്ക്കണം. അപ്പോ അതാണ് ഓർക്കേണ്ടത്. ഇത്തരത്തില് ഇത് എപ്പോ മാത്രമേ നടക്കുള്ളൂ? ഫ്രം ഡെൻസർ മീഡിയം ടു റയർ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ, പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇനി what happens when this angle of incidence increases? What happens, or പലതരത്തിൽ ചോദിക്കും, what happens when the angle of incidence is greater than the critical angle? Angle of incidence, പതന കോൺ അപവർത്തന കോണിനേക്കാൾ, പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചോദിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. 48.6 ആണ്. ഞാനൊരു 52 ഡിഗ്രി ആക്കി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ശ്രദ്ധിക്കുക,
അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി 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 ഇപ്പൊ 90 ഡിഗ്രി ആയി. ഇനിയും ഇതും വിട്ട് കൂട്ടിക്കാൻ എന്ത് സംഭവിക്കും? ഇങ്ങട് പിന്നെ ഇങ്ങടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങടാവാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വാട്ടർ, ഇവിടെ എയർ. എന്താ സംഭവിക്കുന്നത്? ഇറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെക്കൻഡ് മീഡിയം, സോറി ഫസ്റ്റ് മീഡിയം. ഒന്നാമത്തെ മാധ്യമത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു? പ്രതിഫലിച്ച് എത്തുന്നു. ഇതാണ്. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിട്ടിക്കൽ കോണിനേക്കാൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രകാശം രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് കടക്കാതെ പൂർണ്ണമായിട്ടും ഒന്നാമത്തെ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്നു. റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ ഫസ്റ്റ് മീഡിയം ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓർ പൂർണ്ണാന്തര പ്രതിഫലനം. അപ്പൊ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കും. ഈ പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ ഡെയിലി പലതിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി കാണും. അപ്പോ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടും ഈ ബോക്സിൽ. അത് വായിച്ച് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം മറ്റൊരു മീഡിയത്തിന്റെ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസും എയറും. ശ്രദ്ധിക്കണം, ഗ്ലാസും എയറും. അപ്പൊ ഗ്ലാസിന്റെ കേസിൽ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, എയർ 42 ഡിഗ്രിയിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നത്. അപ്പൊ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. ഈ രണ്ട് മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ കോൺ അറിഞ്ഞിരിക്കണം. ഒന്ന് ജലം, വെള്ളത്തിന്റെ ക്രിട്ടിക്കൽ കോൺ, അതുമാതിരി തന്നെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ. വാട്ടറിന്റെ 48.6, ഗ്ലാസിന്റെ 42 ഡിഗ്രി. പിന്നെ അതിലൊരു സംശയം തോന്നാവുന്നത് ഗ്ലാസും എയറും തമ്മിലുള്ള ആദ്യത്തെ ചിത്രമാണ്. ഗ്ലാസും എയറും ആയിട്ടുള്ള ഫസ്റ്റ് പിക്ചർ. അതിനെന്താ പ്രത്യേകത? ഗ്ലാസും എയറും 28 ഡിഗ്രിയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 28 ഡിഗ്രി. ഇവിടെ ഗ്ലാസ്, ഇവിടെ എയർ. ഗ്ലാസ് വായു. ഇത് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് കടന്നിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കും. ലംബത്തിൽ നിന്നും അകലും, ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. പക്ഷെ ഒരു ലൈറ്റ് റേ ഇങ്ങോട്ടും കൂടി വരച്ചിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചിലർക്ക് എന്താ ഇങ്ങനെ വരച്ചിരിക്കണേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണ്ടോ? അല്ലെങ്കിൽ അതല്ല. ഇവിടെ സത്യത്തിൽ ഏത് കേസിലായാലും പൂർണ്ണമായിട്ടും സെക്കൻഡ് മീഡിയത്തിൽ, രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പ്രകാശം പ്രവേശിക്കില്ല. കുറച്ച് ഭാഗം, അതിന്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യും? പ്രതിഫലിക്കും സാധാരണ ലെവലിൽ. പക്ഷെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒന്നാമത്തെ മീഡിയത്തിലേക്ക് പ്രതിഫലിക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലായിരിക്കണം. അപ്പോഴേ ഈ ലംബത്തിൽ നിന്ന് അകന്നു വരുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. വിച്ച് ആർ ദ ഫിഗേഴ്സ് ദാറ്റ് ഷോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന ഫിഗറുകൾ എയും ഇയും ആണ്. വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പറഞ്ഞു 42 ഡിഗ്രി. പിന്നെ will total internal reflection take place when light passing through water is incident on the surface of separation with air at an angle of incidence 45 degree? Why? ജലത്തില് 45 ഡിഗ്രിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ എന്ന്? ഇല്ല. നോ. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 48.6 ഡിഗ്രി. കാരണം എന്താ? ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പൊ അതും ഓർക്കണം. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി അടുത്തത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഒന്ന് മെഡിക്കൽ ഫീൽഡിൽ, ആരോഗ്യരംഗത്ത് എൻഡോസ്കോപ്പ്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലത്തെ അവയവങ്ങൾ പരിശോധിക്കാനായിട്ട് ക്യാമറ ഉള്ളിലേക്ക് കടത്താനും ഒക്കെ ആയിട്ട് കാരണം ആ ക്യാമറയിൽ നിന്നുള്ള സിഗ്നൽ എപ്പോഴും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പിന്നെ ഉപയോഗിക്കുന്നത് എന്താ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലാണ്. ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് നല്ലോണം അറിയാം. കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത്, നമ്മുടെ എന്താ പറയാ മൊബൈൽ ഫോൺ, അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടെയും സാറ്റലൈറ്റിൽ കൂടെയും ഒക്കെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രത്യേകത ലൈറ്റ് ആയാലും ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയാലും സാധാരണ നമ്മളൊരു പൈപ്പ് എടുത്തിട്ട് അതിനെ ചുറ്റി വളച്ച് ഇവിടുന്ന് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ അറ്റത്തേക്ക് പ്രകാശം എത്തില്ല.
എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന 2 ലെയറാണ്, 2 മാധ്യമം ഉണ്ടായിരിക്കും. ഇതിൽ 2 മാധ്യമം ഉണ്ടായിരിക്കും. അപ്പോ ലൈറ്റ് പ്രകാശം ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ കോണളവിൽ വന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മീഡിയം ഇവിടെ രണ്ടാമത്തെ മാധ്യമമാണ്, ഇതിലേക്ക് കടക്കില്ല. കാരണം ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഇവിടെ ഉണ്ട് ഒരു മീഡിയം, ഇവിടെ അതെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ മീഡിയത്തിലേക്ക് കടക്കില്ല, അപ്പൊ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ ആവർത്തിച്ച് പ്രതിഫലിച്ച് ട്യൂബ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എത്ര വളച്ചാലും മറ്റേ അറ്റത്തേക്ക് എത്തും. എന്ന് മാത്രമല്ല, നിരവധി പലതരത്തിലുള്ള പല ഫ്രീക്വൻസിയിലുള്ള കിരണങ്ങള്, വേവ്സ് നമുക്ക് ഇതിൽ കൂടെ ഇന്റൻസിറ്റി, തീവ്രതയിൽ യാതൊരു നഷ്ടവും ഇല്ലാതെ നമുക്ക് അയക്കാൻ സാധിക്കും. ഇതാണ് ഇന്ന് വാർത്താവിനിമയ രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ആ വിപ്ലവത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. മറ്റൊരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ് എൻഡോസ്കോപ്പ്. നമ്മൾ പറഞ്ഞ എൻഡോസ്കോപ്പ്, അതായത് ഉള്ളിലെ അവയവങ്ങളുടെ ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ അവയവത്തിൽ നിന്നുള്ള ലൈറ്റ് റേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ അതിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് വരണം, കമ്പ്യൂട്ടറിലേക്ക് വരണം. അങ്ങനെ വരണം വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞ് സഞ്ചരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണം? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വേണം. ഒപ്റ്റിക്കൽ ഫൈബർ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. അതുമാതിരി തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിട്ടിക്കൽ ആംഗിളുകൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിലേക്ക് വരാൻ പോവാണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. നമ്മള് റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാൻ ദർപ്പണങ്ങൾ, മിറേഴ്സ് ഉപയോഗിച്ച മാതിരി റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ലെൻസ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ലെൻസ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലല്ല, എവിടെയുള്ള കണ്ണില് ലെൻസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ലെൻസുകളുണ്ട്. ലെൻസിന്റെ പ്രത്യേകത എന്താ? ഈ ലെൻസ് ഈസ് എ ട്രാൻസ്പാരന്റ് മീഡിയം ഹാവിംഗ് സ്ഫെറിക്കൽ സർഫസസ്. എന്താ? ട്രാൻസ്പാരന്റ്, സുതാര്യമായ ഒരു മാധ്യമമാണ്. എന്ന് മാത്രമല്ല, അതിന്റെ ആകൃതി എങ്ങനെയായിരിക്കും? ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അത് സാധാരണ 2 തരത്തിലുള്ള ലെൻസാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്: കോൺവെക്സും കോൺവേവും. ഇത് കോൺവെക്സ് ആണ്, പുറത്തേക്ക് തള്ളിയ ഭാഗം ഉള്ളത് കോൺവെക്സ് ആണ്. കോൺകേവ് എങ്ങനെയാ? ഗുഹ മാതിരി. കേവ്, ഗുഹ, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട്. അപ്പൊ ഇതെങ്ങനെയാ ഒരു ഗോളം സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇതാണ് എന്റെ ഗോളം കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ മുറിച്ച ഭാഗമാണിത്. അപ്പൊ ഇതോ ഇങ്ങനെ ഒരു ഗോളത്തിന്റെ, ഇതിങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ, ഇതിങ്ങനെ ഒരു ഗോളത്തിന്റെ, ഈ ഒരു ഭാഗം ഇങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ. അപ്പൊ ഏത് 2 ലെൻസ് എടുത്താലും അതെ, രണ്ടിന്റെ സർഫസ് എന്താ? ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഈ ഗോളം, ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. എന്തിനാ? സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ഇതിന്റെ ഈ ടേംസ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ ലെൻസിന്റെ ജോമെട്രിക്കൽ സെന്റർ, അതിന് പറയുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക് സെന്റർ. വളരെ എളുപ്പമാണ്. മധ്യബിന്ദു, ലെൻസിന്റെ മധ്യബിന്ദുവാണ് ഒപ്റ്റിക് സെന്റർ. ഇത് സെന്റർ ഓഫ് കർവേച്ചർ. ഈ ഗോളത്തിന്റെ മധ്യബിന്ദു, ഇതും സെന്റർ ഓഫ് കർവേച്ചർ. ഇനി a straight line passing through the optic center and the center of curvature. ഇതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓർ എന്താ? മുഖ്യ അക്ഷം. ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ, ഒപ്റ്റിക് സെന്ററിൽ കൂടെയും വക്രതാ കേന്ദ്രത്തിൽ കൂടെയും, ഇതിനെന്താ പറയാ? വക്രതാകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു നേർരേഖ. അതിന് പറയുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം. ഇത്രയാണ്. ഇനി അടുത്തത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഈ 2 ലെൻസും. അപ്പൊ ഇനി ലെൻസ് വരയ്ക്കും നമ്മൾ, ഈ ഗോളൊന്നും വരയ്ക്കില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ചിത്രം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഈ ടേംസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് പ്രത്യേകം വായിച്ച് പറയുന്നില്ല, നമുക്ക് സമയക്കുറവുണ്ട്. വീഡിയോ ആവർത്തിച്ച് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം, മടിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇനി ലെൻസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കില്ല. നമ്മൾ ലെൻസ് വരയ്ക്കുക എങ്ങനെയാ? നമ്മൾ ലെൻസ് വരയ്ക്കുക ആ ഭാഗം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതേ ഉള്ളൂ ലെൻസിന്. ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഇത് നമ്മള് ഈ ഭാഗത്തിനെ
നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു സ്ഫിയറിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. അല്ലാതെ ലെൻസ് നോക്കി സ്ഫിയർ കാണുന്നില്ല. ഇനി അപ്പൊ ലെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ആദ്യം ഓർമ്മയുണ്ടാവണം. ഇത് ഒപ്റ്റിക് സെന്റർ, ഇതിന്റെ ഈ ഗോളത്തിന്റെ സെന്റർ സി, ഈ ഗോളത്തിന്റെ സെന്റർ സി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണ എങ്ങനത്തെ ലൈറ്റ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായ ലൈറ്റ് റേസ്, പ്രകാശകിരണങ്ങൾ. ശ്രദ്ധിക്കണം, ഏതാ ലെൻസ്? കോൺവെക്സ്. അപ്പൊ കോൺവെക്സും കോൺകേവും വേറെ വരയ്ക്കാൻ അറിയണം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായ ലൈറ്റ് റേസ് എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് കൺവേർജസ് ടു എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസിലെ മുഖ്യ അക്ഷത്തിൽ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും. സിയിലല്ല കേന്ദ്രീകരിക്കുക, മുഖ്യ അക്ഷത്തിൽ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും. അതാണ് കോൺവെക്സ് ലെൻസിന്റെ എങ്ങനത്തെ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശകിരണങ്ങൾ മുഖ്യ അക്ഷത്തിലുള്ള ഒരു പോയിന്റില് എന്ത് ചെയ്യും? കേന്ദ്രീകരിക്കും. ആൻഡ് ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. മുഖ്യ ഫോക്കസ് എന്ന് പറയും. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അപ്പോ ടെക്സ്റ്റിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. അടുത്ത ഏതാ? കോൺകേവ്. അപ്പൊ ഫോക്കസ് ദൂരം എത്രയാണ്? നമ്മൾ മിററിന്റെ കേസിൽ പറഞ്ഞ മാതിരി ഫോക്കസ് ദൂരം ഇതാണ് ഒപ്റ്റിക് സെന്റർ. എല്ലാ അളവുകളും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ദർപ്പണത്തിന്റെ കേസിൽ ഒപ്റ്റിക് സെന്ററിന് അടുക്കുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക് സെന്റർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. മുഖ്യ ഫോക്കസും ഒപ്റ്റിക് സെന്ററും തമ്മിലുള്ള അകലമാണ് എന്ത്? ഫോക്കസ് ദൂരം. അപ്പൊ ഈ ഫോക്കസ് ദൂരം എന്തായിരിക്കും? ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ആ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയൊക്കെ ബാധകമാണ്. ഇവിടുന്ന് അങ്ങടാണ് അളവെടുക്കുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അല്ലെങ്കിൽ പതനകിരണം അല്ലെങ്കിൽ ഇൻസിഡന്റ് റേയുടെ അതേ ദിശയിലാണ് ഓർക്കുക ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നം. അപ്പൊ ഇതാണ് മറ്റേ ഫോക്കസ് ദൂരം. ഓക്കെ. വക്രത ആരോ റേഡിയസ് ഓഫ് കർവേച്ചറോ, ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. അടുത്തതായിട്ട് നമുക്ക് കോൺകേവിന്റെ കേസിൽ എന്ത് സംഭവിക്കും നോക്കാം. കോൺകേവ് ഇതാണ് എന്റെ കോൺകേവ് ലെൻസ്. അതുമാതിരി തന്നെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷം വരച്ചു, സി മാർക്ക് ചെയ്തു, ഒപ്റ്റിക് സെന്റർ. ഇവിടെ അതെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ്. ഇത് സത്യത്തിൽ നേരെ വിപരീത. മറ്റത് കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുക, ഇതോ അകന്നു പോവുകയാണ് ചെയ്യുക. മറുവശത്ത് പക്ഷെ ഈ അകന്നു പോകൽ എങ്ങനെയായിരിക്കും? അതാണ് പ്രത്യേകത. ആ ചിത്രം വരച്ച് പഠിക്കണം. ഈ അകന്നു പോകല് ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ ലൈറ്റ് റേ ഈ ബിന്ദുവിൽ നിന്നും വരുന്നതായിട്ട് തോന്നും. ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് അയാൾക്കും അത് ഈ ബിന്ദുവിൽ നിന്ന് വരും. ഇവിടെ നോക്കുന്ന ആൾക്കും ഈ ബിന്ദുവിൽ നിന്ന്. അപ്പോ എന്താ സംഭവിക്കുക? ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. എല്ലാ ലൈറ്റ് റേസും ഈ ഒരു പോയിന്റിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പൊ ഇതാണ് എന്ത്? കോൺകേവിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഈ ചിത്രവും വരച്ച് പഠിക്കണം. ഇതിൽ പ്രത്യേകത ഇത് വെർച്വൽ ആണ്. കോൺകേവ് നേരെ വിപരീതമാണ്. ദർപ്പണവും ലെൻസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. രണ്ടാണ്. കണ്ണാടിയാണ്. മറ്റത് ഇവിടെ നടക്കുന്നത് അപവർത്തനമാണ്, ലെൻസാണ്. നമ്മുടെ കണ്ണാടിയിലൊക്കെ ഉള്ളത് ലെൻസാണ്. കണ്ണാടിയുടെ ഒരു ഭാഗം എന്തായിരിക്കും? പെയിന്റോ എന്തെങ്കിലും കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതല്ല, അത് ലെൻസാണ്, പ്രത്യേകം ഓർക്കണം. അപ്പോ രണ്ടും കോൺവെക്സും കോൺകേവും രണ്ടിലും ഉണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ വരരുത്, വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോ ഈ നമ്മൾ പറഞ്ഞത് ഇവിടെ വെർച്വൽ ആണ്, കാരണം ഇതിലേക്ക് സത്യത്തിൽ പ്രകാശകിരണം വരുന്നില്ല. പ്രകാശകിരണം വരുന്നതായിട്ട് തോന്നിയുള്ളൂ. അങ്ങനത്തെ കേസിലാണ് വെർച്വൽ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുക. നേരെ മറിച്ച് കോൺവെക്സിന്റെ കേസിൽ
പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും കൃത്യമായിട്ടൊരു പോയിന്റിലേക്ക് ഈ പോയിന്റിലേക്ക് പ്രകാശകിരണം വരുന്നുണ്ട് തോന്നുന്നില്ല. അതിനാൽ ഈ പോയിന്റ്, അതായത് ഇതിന്റെ മുഖ്യ ഫോക്കസ്, ഇതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ അല്ലെങ്കിൽ യഥാർത്ഥമാണ്, ഇവിടെയോ വെർച്വൽ ആണ്. അതും പ്രത്യേകം ഓർക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ചിത്രവും വരച്ച് പഠിക്കണം, ടെക്സ്റ്റില് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് റിയൽ കൺവേർജൻസ് ഓഫ് ലൈറ്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. നമുക്ക് ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രകാശകിരണത്തെ സംരചിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ അതെന്താ, മിഥ്യയാണ്. കാരണം അവിടെ വരുന്നതായിട്ട് തോന്നുകയുള്ളൂ, ആ പോയിന്റിൽ നിന്നും അകന്നു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് സത്യത്തിൽ വരുന്നില്ല. അതിനാൽ അത് മിഥ്യയാണ് അല്ലെങ്കിൽ വെർച്വൽ ആണ്. അത് പ്രത്യേകം ഓർക്കണം. ഇനി ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം, അത് നമ്മൾ പറഞ്ഞു, മറ്റേ ദിസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്, അതും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മറ്റേ ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ ഇമേജ് ഫോർമേഷൻ നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കും. എന്താണ്, ജോമെട്രിക്കൽ മെത്തേഡും എക്സ്പെരിമെന്റൽ മെത്തേഡും. ദർപ്പണത്തിന്റെ കേസിലും അതെ, മിറേഴ്സിന്റെ കേസിലും രണ്ട് തരത്തിലുണ്ട്. ജോമെട്രിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സ്വഭാവത്തോടു കൂടിയ പ്രതിബിംബം കിട്ടും. അപ്പൊ ആ ചിത്രം വരയ്ക്കാനായിട്ട് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, ജോമെട്രിക്കൽ മെത്തേഡാണ്. മറ്റത് നമ്മൾ സാധാ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ ഒരു മെഴുകുതിരി നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ആ മെഴുകുതിരിയെ ലെൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് അതിനെ വസ്തുവായിട്ടാണ് ഉപയോഗിക്കുക. ആ മെഴുകുതിരിയുടെ പ്രതിബിംബം നമ്മൾ സ്ക്രീനിൽ പതിപ്പിച്ച് നമ്മൾ പ്രതിബിംബത്തിന്റെ സ്വഭാവം പഠിക്കുന്ന രീതിയാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. മെഴുകുതിരിയാണ് സാധാരണ ഉപയോഗിക്കുക, വേറെ സംവിധാനങ്ങളുണ്ട്, പറഞ്ഞു മാത്രം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക്കൽ മെത്തേഡാണ്. ജോമെട്രിക്കൽ മെത്തേഡിന് ചില ചിത്രങ്ങൾ അറിയണം. എങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക, എങ്ങനെയാണ് ലൈറ്റ് റേ, നമ്മൾ മിറേഴ്സിന്റെ കേസിൽ കണ്ട മാതിരി തന്നെ. അപ്പൊ ആദ്യം കോൺവെക്സിൽ ആദ്യം ചിത്രങ്ങൾ വരച്ച് പഠിക്കണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് കോൺവെക്സ് ലെൻസ്. അപ്പൊ ഒപ്റ്റിക് സെന്റർ സി എഫ്, മിഡ് പോയിന്റ് എഫ് ആയിട്ട് അടയാളപ്പെടുത്തി, മിഡ് പോയിന്റ് എഫ് ആയിട്ട് അടയാളപ്പെടുത്തി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി കുറച്ചുകൂടി അകത്തി വരയ്ക്കാം. എഫ് സി ഇല്ല അവിടെ, നമ്മൾ സാധാരണ 2F ആണ്. ഇതിന്റെ 2F സിയിലെ മാറിയതാണ് എഫ്. കൺഫ്യൂഷൻ വരരുത്. 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫും 2Fഉം 5 മീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്, 10 മീറ്റർ. അപ്പൊ പ്രതിബിംബ രൂപീകരണത്തിന്റെ സ്ഥാനങ്ങൾ സിയുടെ സ്ഥാനത്ത് ഇതാണ് വരിക. നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഇതൊന്നും അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വന്നാൽ, എങ്ങനെ പോകും, അത് നമുക്ക് കണ്ട കാര്യമാണ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോകും, അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ. ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഈ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വരച്ച് പഠിക്കുക. ഇത് പഠിച്ചാലേ നമുക്ക് പ്രതിബിംബ രൂപീകരണം പഠിക്കാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പൽ ആക്സിസിന് ഇതേ ചിത്രം തന്നെ നമുക്ക് കോൺകേവിന്റെ കേസിൽ വരയ്ക്കാൻ പറ്റും. ഇതേ ചിത്രം തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു. എന്താ സംഭവിക്കുക, അവിടെ കൊടുത്തിട്ടുണ്ട് appears to diverge. അപ്പൊ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം, ഇവിടെ വലിയ സ്കെയിൽ ഇങ്ങനെ വെക്കുക, ഇവിടുന്ന് അങ്ങോട്ട് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ് ആണ് എന്ത്, എഫ്. ഇനി അടുത്തത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ രണ്ടിന്റെ കേസിലും ചിത്രം എളുപ്പമാണ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഈ ഒരു ഡയറക്ഷനിൽ ലൈറ്റ് റേ വന്നാൽ അവൻ വളരെ മര്യാദക്കാരനാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അതിൽ കൂടെ തന്നെ പോകും. ഇത് തന്നെയാണ് കോൺകേവിന്റെ കേസിലും വരിക. അടുത്തതായിട്ട് തന്നെ നേരെ വിപരീതം. എന്താ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വന്നു. നേരെ വിപരീതം എന്ന് പറയുന്നത് എന്താ, പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരിക. നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരിക. പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ
പ്രിൻസിപ്പൽ നേരത്തെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പോയി. ഇതങ്ങനെയല്ല, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി ഒരു ലൈറ്റ് റേ ഈ ഒരു ഡയറക്ഷനിൽ ലൈറ്റ് റേ ലെൻസിലേക്ക് വന്നു. എന്താ സംഭവിക്കുക? നേരെ വിപരീതം. പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വന്നാൽ അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. ഇത്രയും ചിത്രങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില് പ്രതിബിംബ രൂപീകരണത്തിന്. അപ്പോൾ ഇത് എല്ലാം വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം, എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക.